BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ആഷൂറ അവധി പ്രഖ്യാപിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ആഷൂറ അവധി സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ജൂലൈ 16-17 തീയതികളിൽ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ബഹ്റൈൻ ഉൾപ്പെടെ അറേബ്യൻ ഉപദ്വീപിലെ രാജ്യങ്ങളിൽ ഈ ആഴ്ച അവസാനത്തോടെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുമെന്ന് മുന്നറിയിപ്പ്. അറേബ്യൻ വെതർ സെന്ററാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ വിലയിരുത്തി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെല്ലാം താപനില ഉയരും. അറേബ്യൻ രാജ്യങ്ങൾ ഈ ആഴ്ച അവസാനത്തോടെ ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ബഹ്റൈനിൽ വെള്ളിയാഴ്ചയോടെ താപനില 47 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും ജലാംശം നിലനിർത്താനും അറബ് കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശിക്കുന്നു. സമസ്ത ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന അത്തദ്കീർ ദ്വൈമാസ ക്യാമ്പയിനിന്റെ ഭാഗമായി സമസ്ത മനാമ ഏരിയ കമ്മിറ്റി ഒരുക്കുന്ന ഇൻസൈറ്റ് 2024 സമ്മർ പഠന ക്യാമ്പിന് തുടക്കമായി. മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ ഹാളിൽ വെച്ച് ചേർന്ന ചടങ്ങ് സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ തേങ്ങാപട്ടണം ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ ക്ലാസുകൾ, മലയാള ഭാഷാ പഠനം, ജനറൽ നോളജ് ക്ലാസുകൾ, ജനറൽ കോച്ചിംഗ് ക്ലാസുകൾ തുടങ്ങി വിപുലമായ പഠന പഠ്യേതര വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അഷ്റഫ് അൻവരി ചേലക്കര, ഹാഫിദ് ഷറഫുദ്ദീൻ മൗലവി, മുഹമ്മദ് ജസീർ തുടങ്ങിയവർ ക്യാമ്പിലെ ക്ലാസുകൾക്കും സമസ്ത മനാമ ഓർഗനൈസിംഗ് സെക്രട്ടറി സജീർ പന്തക്കൽ, സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി മെമ്പർമാർ ക്യാമ്പിനും നേതൃത്വം നൽകുന്നു. സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ സദർ മുരീം അഷ്റഫ് അൻവരി ചേലക്കര സ്വാഗതവും ട്രഷറർ ജാഫർ കയ്യോട് നന്ദിയും രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഇടുക്കി ജില്ലയിലെ ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യകിറ്റിൽ നിരോധിച്ച വെളിച്ചെണ്ണ കേര സുഗന്ധി എന്ന നിരോധിത വെളിച്ചെണ്ണയുടെ 1 ലിറ്റർ വീതമുള്ള പാക്കറ്റാണ് വിതരണം ചെയ്തത്. മായം കലർന്ന നിരോധിത വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലാകാതെ ഇത് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ ആദിവാസി ഏകോപന സമിതിയും IDTBയും ചേർന്ന് വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ വിശദീകരണവുമായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രംഗത്ത് വന്നു. വെളിച്ചെണ്ണ തന്നെയാണോ ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ലെന്നും പരിശോധനാ ഫലത്തിന് കാത്തിരിക്കുന്നുവെന്നുമാണ് മറുപടി. സർക്കാർ അംഗീകൃത ഏജൻസികൾ തന്നെയാണ് കിറ്റ് വിതരണം നടത്തിയത്. നിരോധിച്ച വെളിച്ചെണ്ണയാണെന്ന് ഇപ്പോഴാണ് പരാതി ഉയർന്നത്. ഇതിന്റെ വസ്തുതയും പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്ത് നേരത്തെ പകർച്ചപ്പനി ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന തുടരുകയാണെന്നും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൻവേലിയിൽ നിന്ന് പുറപ്പെട്ട നേത്രാവതി അടക്കം നിരവധി ട്രെയിനുകളാണ് സാവന്ത്വാടിക്കും മഡ്ഗാവിനുമിടയിലുള്ള തുരങ്കത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഏറെ കാത്തിരിപ്പിനൊടുവിൽ വഴി തിരിച്ചുവിടാൻ തീരുമാനിച്ചത്. രത്നഗിരിയിൽ തിരിച്ചെത്തി പൂനെ വഴി പോകുവാനാണ് തീരുമാനമെന്ന് പൻവേൽ സ്റ്റേഷൻ മാനേജർ RK നായർ അറിയിച്ചു. മുംബൈയിലേക്ക് വരുന്ന തീവണ്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ ഷൊർണൂർ വഴി തിരിച്ചുവിടാനുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെ പൻവേലിയിൽ നിന്ന് പുറപ്പെട്ട നേത്രാവതി രാത്രിയോടെ സാവന്ത്വാടിയിലെത്തിയ ശേഷം മുന്നോട്ടു പോകാൻ കഴിയാതെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നുവെന്നും യാത്രക്കാരായ കമോട്ടെ നിവാസി ബാബു ഗണദാസ് പറഞ്ഞു. ഹരിപ്പാട് സ്വദേശിയാണ് ബാബു. അനിശ്ചിതാവസ്ഥയിലായ ട്രെയിൻ ഇന്നലെ രാവിലെ വഴി തിരിച്ചുവിടാനുള്ള തീരുമാനത്തിന്റെ ആശ്വാസത്തിലായിരുന്നു യാത്രക്കാരെല്ലാം. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടിലെത്തുമെന്ന് പറയാൻ കഴിയില്ലെന്നും ബാബു പറഞ്ഞു. നേത്രാവതി കൂടാതെ 12-118 നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ലോണാവാല പുണെ വഴി തിരിച്ചുവിടും. ഭാവ്നഗർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് ട്രെയിനും രത്നഗിരിയിലേക്ക് മടങ്ങാൻ തീരുമാനമായി. പക്ഷിപ്പനി ബാധിച്ച എല്ലാ ജില്ലകളിലെയും നിരീക്ഷണ മേഖലകളിൽ പക്ഷികളുടെ വിൽപ്പനയും കടത്തും 2025 മാർച്ച് അവസാനം വരെ നിരോധിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. നിരീക്ഷണ മേഖലയിലുള്ള സർക്കാർ ഫാമുകളിൽ ഉൾപ്പെടെയുള്ള ഹാച്ചറികൾ അടുത്ത മാസം അവസാനം വരെ അടച്ചിടണം. മരണപ്പെട്ട പക്ഷികളുടെ അവശിഷ്ടങ്ങൾ ശരിയായ രീതിയിലും ശാസ്ത്രീയമായും സംസ്കരിക്കണം. 2025 മാർച്ച് അവസാനം വരെ കുട്ടനാട് മേഖലയിൽ എല്ലാ മാസവും സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കണം. സ്വകാര്യ കോഴി, താറാവ് ഫാമുകളുടെ രജിസ്ട്രേഷൻ സർക്കാർ മൃഗാശുപത്രികളിൽ നിർബന്ധമാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്വകാര്യ കോഴി, താറാവ് ഫാമുകളുടെ ലൈസൻസ് നിർബന്ധമാക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു.
8 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഇരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞ് പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ക്രിസ്റ്റൽ രാജിനെ കുട്ടി തിരിച്ചറിഞ്ഞത്. പ്രതിയെ കണ്ടതോടെ കുട്ടി ഭയപ്പെട്ട് കരഞ്ഞു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. നേരത്തെ പ്രതിയെ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കിയപ്പോൾ കുട്ടി തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. തുടർന്നാണ് പ്രതിയെ ഇന്നലെ പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ ഹാജരാക്കിയത്. ഇരയായ പെൺകുട്ടിയെ പ്രതി തിരിച്ചറിയുകയും ചെയ്തു. കേസിന്റെ മറ്റ് നടപടിക്രമങ്ങൾക്കായി 12-ന് വീണ്ടും കേസ് പരിഗണിക്കും. 2023 സെപ്റ്റംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു ക്രൂരമായി കൊന്നുതള്ളിയതിന്റെ നടുക്കം മാറും മുൻപാണ് ആലുവയിൽ നിന്ന് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്തയെത്തിയത്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയാണ് ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. ചാത്തൻപുറത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെയാണ് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. അമ്മയും കുട്ടിയും സഹോദരിമാരും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ 5 ദിവസം മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് അറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി ചെയ്യുന്ന സാഹചര്യത്തിലാണ് മഴ എത്തുക. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 12 മുതൽ 14 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒരു ജില്ലകളിലും ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ വ്യാപകമാകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.